കെമിക്കൽ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒരു റിയാക്ഷൻ്റെ സ്പീഡ് അഥവാ റേറ്റ് എന്നത് അവിടുത്തെ റിയാക്റ്റിംഗ് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലവുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നമുക്കൊരു ജനറൽ റിയാക്ഷൻ പരിഗണിക്കാം. എ പ്ലസ് ബി ഗീവ്സ് പ്രോഡക്ട്സ്. ഇവിടെ ഈ റിയാക്ഷൻ്റെ സ്പീഡ് നമ്മൾ കെമിസ്ട്രിയിൽ സ്പീഡ് എന്നതിന് പകരം റേറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. റേറ്റ് എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി ഓർ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ആൻഡ് ബി. റിയാക്ഷൻ്റെ സ്പീഡ് എന്നത് എയുടെയും ബിയുടെയും മോളാർ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലവുമായി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എ എഴുതിയാൽ അത് വായിക്കുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ സൈൻ കൊണ്ടുവരാം. ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇവിടെ കെ എന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇവിടുത്തെ ഈ ജനറൽ ഇക്വേഷൻ ഒരു കോഎഫിഷ്യൻ്റ് ഉൾപ്പെടുന്ന ഒരു ബാലൻസ്ഡ് ഇക്വേഷനായി ഒന്ന് മോഡിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ മോൾസ് ഓഫ് എ പ്ലസ് ബി മോൾസ് ഓഫ് ബി ഗീവ്സ് പ്രോഡക്ട്സ് ആണ്. ഇവിടെ എ എണ്ണം എയും ബി എണ്ണം ബിയും റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടുന്നു. ഇവിടെ നമ്മൾ റേറ്റിനുള്ള എക്സ്പ്രഷൻ എഴുതുന്നു. ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അതായത് ഇവിടെ സ്പീഡ് എന്നത് അവിടെ റിയാക്റ്റീവ് സ്പീഷീസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലത്തിന് തുല്യമാണ്. ഒപ്പം അവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ എന്തെങ്കിലും കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ആ കോഎഫിഷ്യൻ്റ് പവറായി നമ്മൾ ഉയർത്തിയിരിക്കണം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻസിനെ കുറിച്ചാണ്. സോ നമുക്കൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ പരിഗണിക്കാം. എ മോൾസ് ഓഫ് എ പ്ലസ് ബി മോൾസ് ഓഫ് ബി ഗീവ്സ് സി മോൾസ് ഓഫ് സി പ്ലസ് D moles of D. A moles of A plus B moles of B gives C moles of C plus D moles of D. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഫോർവേഡ് റിയാക്ഷൻ്റെ ആണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ എഫ് എന്ന് എഴുതി. ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു a constant kf into molar concentration of A raised to A into molar concentration of B raised to B. ബാക്ക്വേർഡ് റിയാക്ഷൻ, ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷനിൽ സിയും ഡിയുമാണ് റിയാക്റ്റൻ്റായി ആക്ട് ചെയ്യുന്നത്. ദെയർഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. നമുക്കറിയാം റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഒരേപോലെയാകും. അതായത് ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ആർ എഫ് എന്ന് പറയുന്നത് ആർ ബിക്ക് തുല്യമാകും. So at equilibrium RF is equal to RB. That is KF into molar concentration of A raised to A into molar concentration of B raised to B is equal to KB into molar concentration of C raised to C into molar concentration of D raised to D. നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. കെ എഫ് ബൈ കെ ബി എടുക്കുന്നു.
Kf by Kb. It is equal to molar concentration of C raised to C into molar concentration of D raised to D divided by molar concentration of A raised to A into molar concentration of B raised to B. ഇവിടെ കെ എഫ് എന്നത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. കെ ബി എന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻറ്റ് ബൈ അനദർ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഈസ് ഈക്വൽ ടു അനദർ കോൺസ്റ്റൻറ്റ്. നമുക്ക് എഴുതാൻ പറ്റും അനദർ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ കെ. ഇറ്റ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി divided by molar concentration of A raised to A into molar concentration of B raised to B. ഈ എക്സ്പ്രഷനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ ക്യാപിറ്റൽ കെ അറിയപ്പെടുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നാണ്. നമ്മളിവിടെ ഡെറിവേഷൻ എഴുതാനായി പഠിക്കേണ്ട ഒരു ജനറൽ റിയാക്ഷൻ തന്നാൽ അതിൽ നിന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള എക്സ്പ്രഷൻ, അതായത് എ മോൾസ് ഓഫ് എ പ്ലസ് ബി മോൾസ് ഓഫ് ബി ഗീവ്സ് സി മോൾസ് ഓഫ് സി പ്ലസ് ഡി മോൾസ് ഓഫ് ഡി ആണെങ്കിൽ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്നത് അവിടുത്തെ പ്രോഡക്ട്സിൻ്റെ മോളാർ കോൺസെൻട്രേഷൻസിൻ്റെ ഗുണനഫലം ഡിവൈഡഡ് ബൈ റിയാക്ടൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലം സച്ച് ദാറ്റ് അവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ ആ കോഎഫിഷ്യൻ്റ് പവറായി ഉയർത്തിയിരിക്കണം. ആ റേഷ്യോയെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഓഫ് റിയാക്ടൻസ് സച്ച് ദാറ്റ് ദ കോഎഫിഷ്യൻസ് ആർ റേസ്ഡ് ടു ദെയർ റെസ്പെക്റ്റീവ് പവേഴ്സ്. ഈ റേഷ്യോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നറിയപ്പെടുന്നു. ഇത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. സോ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ദാറ്റ് ഓഫ് റിയാക്ടൻസ് such that the coefficients are raised to their powers is a constant. നമുക്ക് പരീക്ഷയ്ക്ക് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എഴുതാനോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാലോ നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതി അതിൻ്റെ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള ആ എക്സ്പ്രഷൻ മാത്രം എഴുതിയാൽ മതിയാകും. ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ലോ ഓഫ് മാസ് ആക്ഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം ഇനിഷ്യൽ ടൈമിൽ കോൺസെൻട്രേഷന് പകരം ആക്റ്റീവ് മാസ് എന്ന ടേമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏതാനും റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം N2 പ്ലസ് O2 ഗീവ്സ് 2NO. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ. ഇവിടെ പ്രോഡക്റ്റ് NO ആണ്. ദെയർഫോർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO. അവിടെ കോഎഫിഷ്യൻ്റ് 2 ഉണ്ട്. നമ്മളത് പവറായി ഉയർത്തുന്നു. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ്ഡ് ടു 2 ഡിവൈഡഡ് ബൈ റിയാക്ടൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലം, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2. സോ പ്രോഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ റേസ് ടു കോഎഫിഷ്യൻ്റ് 2 ഡിവൈഡഡ് ബൈ റിയാക്ടൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലം. രണ്ടാമത്തെ ഉദാഹരണം പരിഗണിക്കാം. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു കോഎഫിഷ്യൻ്റ് 2 ഡിവൈഡഡ് ബൈ റിയാക്ടൻസ് N2 ആൻഡ് H2 ആണ്. സോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എഴുതിയത് കോൺസെൻട്രേഷൻ്റെ ടേമിലാണ്. അതുകൊണ്ട് K എന്ന് എഴുതുന്നതിന് പകരം
കെ സി എന്ന് നമ്മൾ സാധാരണ സൂചിപ്പിക്കാറുണ്ട്. കോൺസെൻട്രേഷൻ്റെ ടേമിലാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്നത് എങ്കിൽ കെ എന്നുള്ളതിന് പകരം നമ്മൾ കെ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ നമ്മൾ അമോണിയ ഫോം ചെയ്യുന്നതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അഥവാ ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് എഴുതിയത്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് എഴുതുന്നത് എന്ന് കരുതുക. ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മളത് കെ സി ഡാഷ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ബാക്ക്വേർഡ് റിയാക്ഷനിൽ അമോണിയ റിയാക്റ്റൻ്റ് ആണ്, N2ഉം H2ഉമാണ് പ്രോഡക്റ്റായി ആക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 3 ഡിവൈഡഡ് ബൈ അവിടുത്തെ റിയാക്റ്റൻ്റ് NH3 ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 2 ആയിരിക്കും. നമുക്കിവിടെ കാണാൻ പറ്റും ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നാൽ, അതിൻ്റെ വാല്യൂ തന്നാൽ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടെത്താൻ പറ്റും. സോ നമുക്ക് എഴുതാൻ സാധിക്കും കെ സി ഡാഷ് ഈസ് ഈക്വൽ ടു 1/Kc. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്നത് ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് വരാറുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. അറ്റ് ഇക്വിലിബ്രിയം ദ കോൺസെൻട്രേഷൻസ് ഓഫ് N2 is equal to 3.0 into 10 raised to minus 3 molar, O2 is equal to 4.2 into 10 raised to minus 3 molar, and NO is equal to 2.8 into 10 raised to minus 3 molar at 800 Kelvin. What will be the Kc for the reaction N2 plus O2 gives 2NO? Also calculate Kc for the decomposition of NO. ഇവിടെ N2വിൻ്റെയും O2വിൻ്റെയും NOയുടെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അവിടെ NOയുടെ ഫോർമേഷന് വേണ്ട Kc കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഡിക്കമ്പോസിഷൻ്റെ അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ Kcയും കണക്കാക്കണം. നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള എക്സ്പ്രഷൻ എഴുതുകയാണ് വേണ്ടത്. അത് കറക്റ്റായി എഴുതുകയാണ് എങ്കിൽ ഒരു മാർക്ക് ലഭിക്കും. നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കാം. ഇതാണ് N2 plus O2 gives 2NO. സോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും Kcക്കുള്ള എക്സ്പ്രഷൻ Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 കോഎഫിഷ്യന്റ് 2 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് O2. ഇവിടെ കറക്റ്റായിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. NOയുടെ മോളാർ കോൺസെൻട്രേഷൻ 2.8 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മോളാർ. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ N2വിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ 3.0 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മോളാർ ഇൻറ്റു O2വിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ 4.2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 മോളാർ. നമ്മളത് കാൽക്കുലേറ്ററിൽ ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 0.62 എന്നാണ്. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് യൂണിറ്റ് പൊതുവേ നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. പല ഉദാഹരണത്തിലും പല യൂണിറ്റ് ആയിരിക്കാം വരുന്നത്, അതുകൊണ്ടാണ് യൂണിറ്റ് സൂചിപ്പിക്കാത്തത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഓൾസോ കാൽക്കുലേറ്റ് Kc ഫോർ ദ ഡിക്കമ്പോസിഷൻ ഓഫ് NO. ഇവിടെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കണ്ടത്. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്കറിയാം Kc ഡാഷ് ഈസ് ഈക്വൽ ടു 1/Kc ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/0.62. 1/0.62 ഇറ്റ് ഈസ് ഈക്വൽ ടു 1.6. ഒരു ഇക്വിലിബ്രിയത്തിൽ ഉൾപ്പെടുന്ന എല്ലാ റിയാക്റ്റൻസും
പ്രോഡക്ട്സും സെയിം ഫേസിൽ അല്ലെങ്കിൽ സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. അതേസമയം റിയാക്റ്റൻസും പ്രോഡക്ട്സും ഡിഫറെൻ്റ് ഫേസിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മളതിനെ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. അമോണിയയുടെ മാനുഫാക്ചറിങ് N2 + 3H2 gives 2NH3. ഇവിടെ N2 ഒരു ഗ്യാസാണ്, H2 ഗ്യാസാണ്, NH3 ഗ്യാസാണ്. അങ്ങനെ എല്ലാ റിയാക്റ്റൻസും പ്രോഡക്ട്സും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സെയിം ഫേസിലാണെങ്കിൽ അതിനെ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എഴുതുമ്പോൾ അവിടെ ഉൾപ്പെടുന്ന സ്പീഷീസ് ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് എന്നുകൂടി സൂചിപ്പിക്കണം. സോ N2 ഗ്യാസാണ്, H2 ഗ്യാസാണ്, NH3 ഗ്യാസാണ്. ഇത് ഒരു ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. അതേസമയം കാൽസ്യം കാർബണേറ്റിൻ്റെ ഡിക്കമ്പോസിഷൻ അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. കാൽസ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ടു ഗീവ് കാൽസ്യം ഓക്സൈഡ് ആൻഡ് CO2. കാൽസ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും CO2 കിട്ടുന്നു. ഇവിടെ കാൽസ്യം കാർബണേറ്റ് സോളിഡാണ്, കാൽസ്യം ഓക്സൈഡ് സോളിഡാണ്, അതേസമയം CO2 ഒരു ഗ്യാസാണ്. ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഒന്നിലേറെ ഫേസിൽ അല്ലെങ്കിൽ ഒന്നിലേറെ ഫിസിക്കൽ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. നമ്മൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്താണ്, ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാനും അതിന് ഒരു എക്സാമ്പിൾ എഴുതാനും സാധിക്കണം. ഇങ്ങനെയുള്ള ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള എക്സ്പ്രഷൻ എഴുതാം. Kc ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CaO solid into molar concentration of CO2 gas divided by molar concentration of CaCO3 solid. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സോളിഡിൻ്റെ കോൺസെൻട്രേഷന് മാറ്റം ഉണ്ടാകുന്നില്ല എന്നാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ഒരു സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി എന്നാണ് പരിഗണിക്കുന്നത്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ സോളിഡ് ഈസ് കൺസിഡർഡ് ആസ് യൂണിറ്റി. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുള്ള എക്സ്പ്രഷൻ എഴുതുമ്പോൾ അതിനകത്തൊരു പ്യുവർ സോളിഡാണോ ഉള്ളത് എങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ 1 എന്ന് പരിഗണിച്ചാൽ മതിയാകും. അതുകൊണ്ട് ഈ പ്രത്യേക ഉദാഹരണത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുള്ള എക്സ്പ്രഷൻ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. Kc ഈസിക്കൽ ടു കാൽസ്യം ഓക്സൈഡ് ഈസ് എ സോളിഡ് 1 into molar concentration of CO2 gas divided by molar concentration of CO3 solid. It is also 1. So ഇവിടെ Kc എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO2 ഗ്യാസ് ആയിരിക്കും. അടുത്ത ഒരു ഉദാഹരണം നമുക്ക് പരിഗണിക്കാം. Ni solid plus 4 CO gas gives NiCO 4 times gas. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുള്ള എക്സ്പ്രഷൻ Kc ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NiCO 4 ടൈംസ് ഗ്യാസ് ഡിവൈഡഡ് ബൈ നിക്കൽ സോളിഡ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് യൂണിറ്റി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO ഗ്യാസ് റേസ് ടു 4 ആയിരിക്കും. അതുപോലെ അക്വസ് മീഡിയത്തിലുള്ള റിയാക്ഷൻസിൽ വാട്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ വാട്ടർ സോൾവൻ്റ് ആയിരിക്കും. അതിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി എന്നാണ് പരിഗണിക്കുന്നത്. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുള്ള എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അവിടെ സോളിഡ് ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷന് ചേഞ്ച് ഇല്ല, അത് യൂണിറ്റി എന്ന് പരിഗണിക്കുന്നു. അതുപോലെ അക്വസ് മീഡിയത്തിലുള്ള റിയാക്ഷനിൽ വാട്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സോൾവൻ്റായി ആക്ട് ചെയ്യുന്നു,
അതിൻ്റെയും കോൺസെൻട്രേഷൻ യൂണിറ്റി എന്നാണ് പരിഗണിക്കുന്നത്. ഗ്യാസസ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന റിവേഴ്സിബിൾ റിയാക്ഷൻസ് ആണ് എങ്കിൽ അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റുള്ള എക്സ്പ്രഷൻ കോൺസെൻട്രേഷന് പകരം പാർഷ്യൽ പ്രഷറിൻ്റെ ടേമിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഗ്യാസസ് മാത്രം ഉൾപ്പെടുന്ന ഒരു ജനറൽ റിയാക്ഷൻ പരിഗണിക്കുക. A moles of A plus B moles of B gives C moles of C plus D moles of D ആണ്. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്നത് പാർഷ്യൽ പ്രഷറിൻ്റെ ടേമിലാണ് എങ്കിൽ പ്രോഡക്റ്റിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ ഗുണനഫലം ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ ഗുണനഫലം ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും K ഈസ് ഈക്വൽ ടു PC ഇൻറ്റു PD ഡിവൈഡഡ് ബൈ PA ഇൻറ്റു PB. ദെൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്, അത് പവറായി ഉയർത്തിയിരിക്കണം. PC റേസ് ടു C ഇൻറ്റു PD റേസ് ടു D ഡിവൈഡഡ് ബൈ PA റേസ് ടു A ഇൻറ്റു PB റേസ് ടു B ആയിരിക്കും. ഇവിടെ നമ്മൾ പ്രഷറിൻ്റെ ടൈമിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റുള്ള എക്സ്പ്രഷൻ എഴുതിയത്, അതുകൊണ്ട് ഇത് KP എന്നാണ് അറിയപ്പെടുന്നത്. സോ KP എന്ന് പറഞ്ഞാൽ അവിടെ പ്രോഡക്റ്റിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ ഗുണനഫലം ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ പാർഷ്യൽ പ്രഷറിൻ്റെ ഗുണനഫലം കോഎഫിഷ്യൻ്റ് ഉണ്ട് എങ്കിൽ അത് പവറായി ഉയർത്തിയിരിക്കുന്നതാണ്. നമ്മൾ KC കണ്ടിരുന്നു. ജനറൽ റിയാക്ഷനിൽ KC എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B ആണ്. KPയും KCയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിരുന്നു. PV ഈസ് ഈക്വൽ ടു NRT ആണ്. ഇതിൽ നിന്നും പാർഷ്യൽ പ്രഷറിനുള്ള എക്സ്പ്രഷൻ P ഈസ് ഈക്വൽ ടു NRT ബൈ V ആണ്. N ബൈ V നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്നാൽ കോൺസെൻട്രേഷൻ ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും P ഈസ് ഈക്വൽ ടു C ഇൻറ്റു RT. ഇവിടെ C എന്നാൽ കോൺസെൻട്രേഷൻ ആണ്. എയുടെ പാർഷ്യൽ പ്രഷർ PA എന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT ആയിരിക്കും. അതുപോലെ ബിയുടെ പാർഷ്യൽ പ്രഷർ PB ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു RT ആണ്. ദെൻ സിയുടെ പാർഷ്യൽ പ്രഷർ PC ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT. ദെൻ PD എന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT ആണ്. നമ്മൾ KP എന്നുള്ള എക്സ്പ്രഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ KP ഈസ് ഈക്വൽ ടു PC എന്നുള്ളതിന് പകരം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT റേസ് ടു C ഇൻറ്റു PD റേസ് ടു D എന്നുള്ളതിന് പകരം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT റേസ് ടു D ഡിവൈഡഡ് ബൈ PA റേസ് ടു A എന്നുള്ളതിന് പകരം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT റേസ് ടു A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു RT റേസ് ടു B ആയിരിക്കും. നമുക്കിവിടെ മോളാർ കോൺസെൻട്രേഷൻ C റേസ് ടു C, മോളാർ കോൺസെൻട്രേഷൻ D റേസ് ടു D, മോളാർ കോൺസെൻട്രേഷൻ A റേസ് ടു A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ B റേസ് ടു B എന്നുള്ളത് വെളിയിലേക്ക് എടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B ഇൻറ്റു RT കോമൺ ആണ് ഇൻറ്റു RT റേസ് ടു C പ്ലസ് D മൈനസ് A പ്ലസ് B ആയിരിക്കും. നമുക്കറിയാം
molar concentration C raised to C into molar concentration D raised to D divided by molar concentration A raised to A into molar concentration B raised to B എന്നത് Kc ആണ്. So it is equal to Kc into RT raised to C plus D minus A plus B. C plus D എന്നാൽ ഇവിടെ പ്രോഡക്റ്റ് മോളിക്യൂൾസിൻ്റെ ആകെ എണ്ണമാണ്. എ പ്ലസ് ബി എന്നാൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ ആകെ എണ്ണം. അവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കത് ഡെൽറ്റ എൻ എന്ന് സൂചിപ്പിക്കാം. ഇവിടെ ഡെൽറ്റ എൻ എന്നാൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആണ്. ഈ എക്സ്പ്രഷനാണ് കെ പിയും കെ സിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ കെ പി ആൻഡ് കെ സി ആർ റിലേറ്റഡ്. ഇവിടെ ഡെൽറ്റ എൻ എന്നാൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഡെൽറ്റ എൻ എന്നാൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആയിരിക്കും. ഇഫ് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ എൻ 0 ആണ് എങ്കിൽ, അതായത് ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസിൻ്റെയും ഗേഷ്യസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെയും എണ്ണം തുല്യമാണ് എങ്കിൽ നമുക്കവിടെ കെ പി എഴുതാൻ സാധിക്കും. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു 0. ആർ ടി റേസ് ടു 0 എന്നാൽ 1 ആണ്. ദെൻ കെ പി വിൽ ബി കെ സി. ഡെൽറ്റ എൻ 0 ആണെങ്കിൽ കെ പിയും കെ സിയും തുല്യമായിരിക്കും. കെ പി കെ സി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് പരിഗണിക്കാം. ഫോർ ദ റിയാക്ഷൻ 2NOCl gas gives 2NO gas plus Cl2 gas. The value for the equilibrium constant Kc is equal to 3.75 into 10 raised to minus 6 at 1069 Kelvin. Calculate Kp for the reaction at this temperature. ഈ പ്രത്യേക റിയാക്ഷനിൽ കെ സി വാല്യൂ തന്നിട്ടുണ്ട്. അത് 1069 കെൽവിനിലുള്ളതാണ്. നമ്മളവിടെ കെ പി കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചിരുന്നു കെ പിയും കെ സിയും തമ്മിലുള്ള ബന്ധം കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. നമ്മൾ ആദ്യം ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഡെൽറ്റ എൻ എന്നാൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആണ്. ഇവിടെ ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസിൻ്റെ എണ്ണം 2 + 1 3 മൈനസ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് 2 3 - 2 ഇറ്റ് ഈസ് ഈക്വൽ ടു 1. നൗ ദ വാല്യൂസ് കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. സോ കെ സി 3.75 ഇൻറ്റു 10 raised to -6 ഇൻറ്റു ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 0.083 ബാർ ലിറ്റർ കെൽവിൻ ഇൻവേഴ്സ് 1 മോൾ ഇൻവേഴ്സ് 1 ഇൻറ്റു ടെമ്പറേച്ചർ 1069 കെൽവിൻ റേസ് ടു 1. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് 0.033 എന്ന് ആൻസർ ലഭിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. അറ്റ് 600 കെൽവിൻ the equilibrium constant Kp for the reaction PCl5 gas gives PCl3 gas plus Cl2 gas is 13.3. Calculate Kc for the reaction at the same temperature. 600 കെൽവിനിൽ ഈ റിയാക്ഷൻ്റെ കെ പി വാല്യൂ 13.3 ആണ്. അതേ ടെമ്പറേച്ചറിൽ കെ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ കെ പിയും കെ സിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുന്നു. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. നമുക്ക് കെ സി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കെ സി ഈസ് ഈക്വൽ ടു കെ പി ബൈ ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. നമുക്കിവിടെ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ എൻ എന്നാൽ നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ആണ്. ഗേഷ്യസ് പ്രോഡക്റ്റ് മോളിക്യൂൾസ് 1 + 1 ഇറ്റ് ഈസ് ഈക്വൽ ടു 2
minus number of gaseous reactant molecules 1, it is equal to 1. നമ്മൾ കറക്റ്റായി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. KP 13.3 ഡിവൈഡഡ് ബൈ R 0.083 ഇൻറ്റു ടെമ്പറേച്ചർ 600 Kelvin raised to 1. So its answer will be 0.267.